ഫൈനലി ഞങ്ങൾ L2 എമ്പുരാൻ കാണാൻ പോയി കണ്ടു കഴിഞ്ഞു. അപ്പോൾ മൂവിനെ പറ്റിയുള്ളൊരു റിവ്യൂ പറയാനാണ്, ഞങ്ങളുടെ അഭിപ്രായമാണ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊരു അഭിപ്രായം പറയണത്. മൂവി ഇറങ്ങിയ ദിവസം തന്നെ ഞങ്ങൾ കുറേ റിവ്യൂ കേട്ടായിരുന്നു. അപ്പോൾ കേട്ടപ്പോഴേക്കും നെഗറ്റീവ് റിവ്യൂസ് ആണ് കൂടുതൽ നെഗറ്റീവ് റിവ്യൂ ആണ് വന്നത്. അപ്പോൾ മൂവിനെ ആ രീതിയിലേക്ക് നമ്മൾ റേറ്റ് ചെയ്തു. ഇത്രയും നെഗറ്റീവ് ലാഗ് അടിക്കണോ അങ്ങനെ കുറേ കേട്ടപ്പോൾ ശരിയായിരിക്കും. ലോ എക്സ്പെക്ടേഷൻ വെച്ചാണ് ഞങ്ങൾ പടം കാണാൻ പോയത്. അതെ, അപ്പം നമ്മളും വിചാരിക്കുന്നത് ട്രെയിലർ കണ്ടപ്പോഴേക്കും ശരിയായിരിക്കും ആ മോഡലിലേക്ക് നമ്മളും ചിന്തിച്ചു. എന്നാൽ നെഗറ്റീവാണ് കൂടുതൽ കേട്ടത്. പക്ഷെ അത് ടോട്ടലി റോങ് ആണ് ആ പറയുന്നത്. ആ മൂവി ഒരു പ്രാവശ്യം കണ്ടിരിക്കണം. ആ മൂവി ഇറ്റ് ഈസ് എ ബെസ്റ്റ് സിനിമ എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഷുഡ് ബി സീൻ ഇൻ എ തിയേറ്റർ. You will not get the same feeling if you watch it. You have to see it in the theater. ഒരു മലയാളി എന്ന രീതിയിൽ പൃഥ്വിരാജിൻ്റെ മേക്കിങ് അത് ഓസം എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കണം മൂവി. അതൊരു മലയാളത്തിൽ മാത്രമല്ല ആ മൂവി വന്നിരിക്കുന്നത്, ഇംഗ്ലീഷും ഹിന്ദിയും മിക്സ് ചെയ്ത് പിടിച്ചിരിക്കണം. പിന്നെ വേറെ കുറെ അവസാനം മാൻഡറിൻ ഒക്കെ പറയേണ്ടത്, ഇത്തിരി എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് ഒക്കെ എന്തോ പറയണ ഇടയ്ക്ക് വരെയും. അപ്പോൾ ഈ മലയാളം മാത്രമല്ല, ത്രൂ ഔട്ട് മലയാളമല്ല, മൂവിയുടെ ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ വന്നിരിക്കുന്നത് ഹിന്ദിയാണ് വന്നേക്കുന്നത്. ഒരു ബോളിവുഡ് സ്റ്റൈലിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഇംഗ്ലീഷ് മൂവിയുടെ ഒരു സ്റ്റൈലിലേക്ക് പോകുന്നു. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ മലയാളം മൂവീസിൽ വേറെ ലാംഗ്വേജ് കയറി വരുമ്പോഴേക്കും അത്രയ്ക്ക് ഒരു വെച്ച് കെട്ടിയൊരു സ്റ്റൈലിലേക്ക് പോകും. നമ്മൾ ഇന്നേ വരെയും കണ്ടേക്കണം അങ്ങനെയാണത്. മലയാളത്തിൽ വേറെ ഏത് ലാംഗ്വേജ് വന്നാലും അത് മലയാളികൾക്ക് ഇഷ്ടമാവത്തില്ല. ആ ഒരു സ്റ്റൈൽ പോകും. പക്ഷെ ഈ ഒരു മൂവിയിൽ ആ ഡയറക്ഷൻ കൊണ്ട് വന്നിരിക്കണം ആ ഒരു ക്ലാരിറ്റി അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഞങ്ങൾ വേറെ ഒരു രീതിയിലും പറയുന്നത്, ഞങ്ങൾ കണ്ടിട്ടുള്ള ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. അത് ആ ഒരു എന്താ പറയുക, 3 ലാംഗ്വേജിലും വന്നിരിക്കുന്ന ക്ലാരിറ്റി അത് മലയാളി എന്നുള്ള രീതിയിൽ ഒരു അടിപൊളി മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നേ വരെ ഇറങ്ങിയേക്കുന്ന മൂവിയിൽ വെച്ച് മലയാളം മാത്രമല്ല വന്നിരിക്കുന്നത്, 3 ലാംഗ്വേജ് വന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അതിനകത്ത് അഭിനയിച്ചേക്കണ എല്ലാവരുടെ റോളും ഒരാൾ മോശമെന്ന് പറയാനായിട്ട് പറ്റില്ല. എസ്പെഷ്യലി വില്ലൻസ്, നെഗറ്റീവ് റോളിലത്തെയാണ് ആൾക്കാർ. they slayed the role. It was amazing. ഞങ്ങൾ റിവ്യൂ കേട്ടാൽ ഇപ്പോൾ 1-2 പേര് പറയുന്നത് കേട്ടുവെച്ചാൽ മോഹൻലാലിന് വളരെ കുറഞ്ഞ ഡയലോഗേ വന്നിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിയായിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അത് റോങ് ആണ് പറയുന്നത്. വെച്ചാൽ മോഹൻലാലിന് ആ മൂവിയിൽ അത്രയും ഡയലോഗേ ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ ലൂസിഫർ കണ്ടപ്പോഴേക്കും അതിനകത്ത് കുറേ പഞ്ച് ഡയലോഗുകൾ മോഹൻലാലിന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് അത്രയും പഞ്ച് ഡയലോഗ് ഇവിടെ പ്ലോട്ട് തന്നെ ഇത്തിരി മാറ്റി പിടിച്ചേക്കണം. ഇവിടെ കൂടുതൽ ഫോക്കസ് അബ്രാം ഖുറേഷിയും പിന്നെ എന്താണ് പേര് സെയ്ദ് പൃഥ്വിരാജിന്റെ റോളിലാണ് കൂടുതൽ ഫോക്കസ് വന്നിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ദേ കാൻ പുട്ട് മോർ ഫോക്കസ് ഓൺ മോഹൻലാൽ. ലൂസിഫർ കൂടുതൽ വന്നിരിക്കുക വെച്ചാൽ ഒരു മലയാളം ഒരു ഫുൾ മലയാളി സ്റ്റൈലിൽ ഒരു ടച്ചായിട്ടുള്ള മൂവിയായിരുന്നു ലൂസിഫർ. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും സെക്കൻഡ് പാർട്ട് വന്നപ്പോഴേക്കും അതിനകത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്ന് ബോളിവുഡും ഹോളിവുഡ് സ്റ്റൈല് കയറി വന്നപ്പോഴേക്കും ആ ഒരു സ്റ്റൈൽ ആ മൂവിക്ക് പറ്റത്തില്ല. ആ ഒരു ഇതിനകത്ത് വന്നിരിക്കണം. പക്ഷേ അത് അപ്പോൾ മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ അത്രയും അത് കറക്റ്റ് ഡയലോഗ് മോഹൻലാലിൽ നിന്നിരിക്കണം. പിന്നെ ആക്ഷനാണെങ്കിലും പിന്നെ പ്രായത്തിൻ്റേതായ കുറച്ച് ആ ഒരു ആക്ഷൻ സീനിലൊക്കെ കുറച്ചൊരു ഡൗൺ വന്നതായിട്ട് തോന്നി. പക്ഷെ എന്നാലും ഈ റിവ്യൂ പറയണ അത്ര മോശമല്ല. മോഹൻലാൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആ മൂവിയിൽ ഫുള്ള് വന്നിരിക്കണത്. പിന്നെ മഞ്ജു വാര്യർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
അവർ നല്ല സ്ട്രോങ് ശരിക്കും ക്യാമറ പ്രസൻസ് ഉണ്ടോ ക്യാമറ അവർക്ക് കൊടുത്ത റോള് നല്ല സ്ട്രോങ് ലേഡിയുടെ ഒരു റോൾ. അത് നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കണം. അതിനകത്ത് കുറേ പേര് കമൻറ്റ് വന്നേക്കണ കണ്ടായിരുന്നു, മഞ്ജുവാരുടെ റോള് ഭയങ്കര ആവശ്യമില്ലാതെ രീതിയിലേക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ പറയണത് അതെ. അതേപോലെ ടൊവിനോ അതെ, ലൂസിഫറിനെക്കാട്ടിയും ഡബിളായിട്ട് പുള്ളി ചേഞ്ച് വന്നിരിക്കണ്. എല്ലാം എന്താണ്, അഭിനയമാണെങ്കിലും കാണാനുള്ള ലുക്കിലാണെങ്കിലും എല്ലാം അതേപോലെ. പിന്നെ കുറെ പേര് അതിനകത്ത് ഇപ്പം ബജ്രംഗി എന്ന് പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സ് മാത്രമല്ല, ഒരു റിവെഞ്ചാണ് ആ സ്റ്റോറിയിൽ വന്നിരിക്കുന്നത്. അതാണ് മെയിൻ ഇമ്പോർട്ടൻസ് ആ സ്റ്റോറിയില. ഇവര് പോർട്രേ ചെയ്യാൻ നോക്കിയാണ് അണ്ടർ വേൾഡ് മാഫിയ കൈൻഡ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയർ പോർട്രേ ചെയ്യാൻ നോക്കി. ഇറ്റ് ഇസ് മോർ ദൻ പൊളിറ്റിക്സ്. സോ അപ്പോൾ പലരും പറഞ്ഞ് പൊളിറ്റിക്സ് മാത്രമാണ്, പിന്നെ മറ്റുള്ള ഭാഷകൾ കയറി വന്നേക്കുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര ലാഗായിട്ട് തോന്നിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ലാഗ് വന്ന പോലെ തോന്നി. പക്ഷെ ആ മൂവിക്ക് അത് അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ ഒരേ ലെവലിൽ ഒരു മൂവിയും പോകത്തില്ല ശരിക്കും. ആ എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു പടം അങ്ങനെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് അത് ആദ്യം റിവ്യൂ കണ്ട ആൾക്കാർ റിവ്യൂ പറയുമ്പോൾ നമ്മൾ പോലും വിശ്വസിച്ച് കറക്റ്റ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന്. പക്ഷെ ഒരു പ്രാവശ്യം ആ മൂവി കാണണം. കാര്യം വെച്ചാൽ അത്രയ്ക്ക് വെറുത്താണ് ആ മൂവി. വെച്ചാൽ മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയ്ക്ക് അഭിമാനം തോന്നുന്ന ഒരു മേക്കിംഗ് ആണ് ആ മൂവിയിൽ വന്നിരിക്കുന്നത്. ഓൾസോ ഞങ്ങൾ ട്രെയിലർ കണ്ടാണ് പോയത്. ട്രെയിലർ ഇസ് നത്തിങ് ലൈക്ക് ദ മൂവി. ട്രെയിലർ അവർ ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുത്തേക്കണം, കൂടുതൽ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുത്തേക്കണേ. ദ മൂവി ഈസ് 10 times better. ട്രെയിലറും ഈ ഫസ്റ്റ് ടൈം കണ്ട റിവ്യൂവും കൂടി കേൾക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും അത് വിശ്വസിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല ആ മൂവി ശരിക്കും നമ്മൾ കൊടുക്കണ പൈസക്ക് ഡബിൾ ഉണ്ട് അതിനകത്ത് കാണാനായിട്ട്. പിന്നെ എക്സ്ട്രേഡ് കുറെ അവര് ഇങ്ങനെ ബ്രാൻഡ്സ് ഇതൊക്കെ കുറെ ലൂയി ടോൺസിന് ഭയങ്കര പ്രൊമോഷൻ കൊടുക്കണം. പിന്നെ കുറെ ഭയങ്കര കാർസ് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് തിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ പടമാണത്. അപ്പൊ കണ്ടിരിക്കാൻ ഐ തിങ്ക് കുറെ ഉണ്ട്. ഫൈറ്റ് സീനൊക്കെ എന്തൊരു ലുക്കാന്ന് കാണാനായിട്ട്. ഫൈറ്റ് സീനൊക്കെ ശരിക്കും നമ്മൾ ടോം ക്രൂസിന്റെ മൂവി കാണുന്ന പോലെ അതേ സ്റ്റൈലിൽ വന്നേക്കണം ഫൈറ്റ് സീനും. അവിടെ ബിജിഎം സൗണ്ട് എഫക്ട്സ് ഒക്കെ നമ്മൾ കാണുന്നത് മലയാളം മൂവിയാന്ന് ആലോചിക്കണം. ആ ലെവലിൽ നിന്ന് ആ ഒരു സ്റ്റൈലിലേക്ക് കാണുമ്പോൾ അത്രയും ഈക്വലായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മറ്റുള്ള ലാംഗ്വേജ് വെച്ച് ആ മൂവി എടുത്തിരിക്കണം. അത് ഒരിക്കലും അത് കുറവാണെന്ന് ഒരു രീതിയിലും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ അഭിപ്രായമാണ്. വർത്ത് വാച്ചിങ്. സൂപ്പർ മൂവി. BGM പറഞ്ഞപ്പോൾ BGM ഇസ് ആക്ച്വലി അവർ ഫസ്റ്റ് മൂവിയുടെ BGM അവർ കണക്ട് ചെയ്യാൻ നോക്കിയാണ് അതേ മെയ്ഡ് ഇറ്റ് ഈവൻ മോർ ബെറ്റർ. പക്ഷേ BGM അടിപൊളിയാണ്. ഐ ലവ് ദ BGM ആണ് എല്ലാ ഫൈറ്റ് സീനും ഇത്തിരി കൂടി എൻഹാൻസ് ചെയ്യണത്. സോ ഇറ്റ് ഈസ് ഗുഡ്, റിയലി ഗുഡ്. എന്നാലും സായികുമാർ പിന്നെ സൈഡ് ക്യാരക്ടേഴ്സും ബൈജു ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ കൊണ്ടുവരുന്നുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി ഓഡിയൻസ്. വളരെ കാമായിട്ട് കുറച്ച് കോമഡി ആയിട്ട് അതിനകത്തൊന്നും ഇല്ല. പക്ഷെ ചെറിയ ചെറിയ ഡയലോഗുകൾ അത് വളരെ ഭംഗിയായിട്ട് എടുത്തിരിക്കണം. പിന്നെ പൃഥ്വിരാജിന്റെ കാര്യം പറയാനില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇന്ദ്രജിത്ത് അവരെല്ലാം ആ പഴയ റോളിനെക്കാട്ടി അത് കണ്ടിന്യൂ ചെയ്തേക്കണം. ഇന്ദ്രജിത്തിന്റെ റോള് പുതിയതായിട്ടൊന്നും അതിനകത്ത് പറയാനില്ല. പക്ഷെ ഓൾറൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മൂവിക്ക് ഒരു കുറ്റം പറയാനില്ല. അത് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തേക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കേണ്ട മൂവിയാണ്. പിന്നെ അതിനകത്ത് 1-2 റിവ്യൂ പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ എൻട്രി 1 hour കഴിഞ്ഞിട്ടാണ് വന്നേന്ന്. അത് ശരിക്കും ഒരു ട്രിക്കാണ് ആ മൂവിയുടെ. കാര്യം വെച്ചാൽ ഈ ഒരു മൂവി ഫസ്റ്റ് ഒരു 1/2 മണിക്കൂറോളം ഒരു ഹിന്ദി ലാംഗ്വേജിലാണ് ആ മൂവി പോണത്. അതിനുശേഷം പിന്നെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് പോകും. അതിനുശേഷമാണ് മലയാളം വരണത്. അപ്പോൾ നമ്മൾ മലയാളികളാകുമ്പോൾ എപ്പോഴാണ് മോഹൻലാൽ വരുന്നത് എന്നുള്ള ഒരു സസ്പെൻസ് അത് മോഹൻലാൽ ഫസ്റ്റ് തന്നെ ഒരു ഹീറോയിനെ കാണിച്ചാൽ അത് ഡയറക്ഷൻ്റെ ഒരു കഴിവാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഒരു കുറ്റമായിട്ടല്ല, ഇത് എന്തോ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. 1 hour ശേഷം മോഹൻലാൽ വരുമ്പോൾ അയ്യോ അതൊരു ഭയങ്കര ഫീലിംഗാണ്. സത്യം നമ്മൾ മലയാളി എന്നുള്ള രീതിയിൽ മോഹൻലാൽ എൻട്രി ചെയ്യുമ്പോൾ അതൊരു മാസ് എൻട്രിയാണ് വന്നിരിക്കുന്നത്. അത് ഒരു 1 hour 2 ലാംഗ്വേജിന് ശേഷം അവിടുത്തെ മെയിൻ ആക്ടേഴ്സിനെ കണ്ടതിന് ശേഷമാണ് മോഹൻലാൽ എൻട്രി ചെയ്യണത്. അപ്പം നമ്മൾ മലയാളി എന്ന രീതിയിൽ അത് കാണുമ്പോൾ ഭയങ്കര ഒരു
വല്ലാത്തൊരു ഇതാണത്, ഫീലിങ്സാണ്. പിന്നെ അതിനകത്തൊരു ഫൈറ്റ് സീൻ വന്നിട്ടുണ്ട്, മഞ്ജു വാര്യർ രക്ഷിക്കുന്ന ഒരു ഫൈറ്റ് സീൻ വന്നിട്ടുണ്ട്. അതും അടിപൊളിയാണ് അത് കാണുന്നത്. ആ സീനൊക്കെ കാണുമ്പോൾ ആ ഫൈറ്റ് സീൻ സൂപ്പറാണ്. അങ്ങനെ കുറേ ഉണ്ട് അതിനകത്ത്, മോശമൊന്നും പറയാനില്ല. ഏറ്റവും ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് പടം കാണാൻ മനസ്സിലാവും. ശരി, അപ്പോൾ ഇതാണ് ഞങ്ങൾ ഈ മൂവി കണ്ടിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം അതാണ്. അപ്പോൾ ഒരു മലയാളിയാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കണതെന്ന് ആലോചിച്ച് തന്നെ വേണം സ്വന്തം മലയാളം ഫിലിം ഇൻഡസ്ട്രി ഈ മൂവി കാണാനായിട്ട്. അത്രയ്ക്ക് ഒരു നമുക്ക് അഭിമാനം തോന്നുന്ന രീതിയിലാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആ മൂവി പോയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കാണാനുണ്ട് ആ മൂവി. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. താങ്ക് യു.